ഇന്നലെ വന്നിരിക്കുന്ന ഈ ഒരു കുട്ടി തിരിച്ച് അച്ഛൻ്റെ വീട്ടിൽ വന്നു. തിരിച്ചു എന്ന് പറയുന്നില്ല, അച്ഛൻ്റെ വീട്ടിലാണ് ഉള്ളത്. വന്നല്ലേ ഓൾ ഓടിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ ചില ക്യാപ്ഷനുകളൊക്കെ വെച്ച് അവിടെ ന്യൂസ് വന്നിരിക്കുകയാണ്. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചതെന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരുന്നത് അത്ര വലിയ പാതകമാണോ? അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു ഓൾ ഓടിച്ചോടിയിട്ടില്ല, ഉള്ളതാണ് ഈ പറഞ്ഞത്. ഓള് അച്ഛൻ്റെ വീട്ടിൽ പോയതാണ്. അഖിൽ NRDയുടെ ആ ഒരു ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ വന്നപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പോയി ഓള് താമസിക്കുകയാണെന്ന് അതത്ര ശരിയായ മറുപടിയല്ല. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അനൂപ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, അതായത് ബസ് കണ്ടക്ടർ ആയിരുന്ന ഈ ഒരു പഹയന്റെ കൂടെ ഒളിച്ചോടിപ്പോയതിനു ശേഷം വെറും 4 ദിവസം, ചുരുങ്ങിയ 4 ദിവസം കൊണ്ട് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീണ് അത് തകർന്നു എന്നുള്ള തരത്തിലാണ് ഇതിനാണ് ഈ കുത്തിക്കഴപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ജിനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ജിനുവിൻ്റെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ജിനു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്ന ഒരു വോയിസ് കാണിച്ച് തൊലയ്ക്കും. അതേ നിർണായകമായ ചില വെളിപ്പെടുത്തൽ, ഇതുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വെളിപ്പെടുത്തലുകൾ കുടുംബ സുഹൃത്തു കൂടിയായ ജീമോൻ നടത്തുന്നു. ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. വെരി ഗുഡ്. ആൺകുട്ടികളെ ഇങ്ങനെ വേണം. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. ഇതിപ്പോ പോട്ടലിൽ ലോട്ടറി അടിച്ച പോലെ. ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. നിന്റെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. എന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലവാകുമ്പം തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. തമാശയൊന്നുമല്ല, നല്ല സീരിയസ് ആയിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇതുവരെ നമുക്ക് കിട്ടാത്ത പുതിയ എന്തോ ഐറ്റാന്നാ തോന്നുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്